ഗാസയ്ക്ക് നേരെ, ഇറാന് നേരെ ഒക്കെ ഒരു മയവുമില്ലാതെ യുദ്ധം നടത്തുമ്പോൾ താൻ ലോകത്തിന് അതീതനാണ് എന്നായിരുന്നു നെതന്യാഹുവിൻ്റെ ധാരണ. ഒപ്പം എന്തിനും തയ്യാറായി ട്രംപ് കൂടെ കൂടിയപ്പോൾ ആ ധാർഷ്ട്യം ഒന്നുകൂടി കൂടുകയായിരുന്നു. ആ അഹങ്കാരത്തിന് ഒരു എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുകയാണ് ഇസ്രയേലിലെ അൾട്രാ ഓർത്തഡോക്സ് പാർട്ടിയായ യുണൈറ്റഡ് തോറ ജൂഡയിസം. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വലതുപക്ഷ സഖ്യ സർക്കാരിൽ നിന്നും പിന്മാറുന്നതായി പാർട്ടി നേതൃത്വം വ്യക്തമാക്കുകയുണ്ടായി. നിർബന്ധിത സൈനിക സേവനവുമായി ബന്ധപ്പെട്ട ഒരു നിയമനിർമ്മാണത്തെ ചൊല്ലിയുള്ള ദീർഘകാല വിവാദമാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിൽ എന്നതാണ് വാസ്തവം. സത്യം പറഞ്ഞാൽ 7 അംഗങ്ങളുള്ള യുണൈറ്റഡ് തോറ ജൂഡയിസം പിന്തുണ പിൻവലിച്ചതോടുകൂടി നെതന്യാഹു സർക്കാർ വലിയ ഭീഷണിയാണ് നേരിടുന്നത്. 120 അംഗ ഇസ്രയേൽ പാർലമെന്റിൽ നിലവിൽ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിന് 61 പേരുടെ പിന്തുണ മാത്രമാണുള്ളത്. നേരത്തെ 68 പേരുടെ പിന്തുണയോടുകൂടിയായിരുന്നു നെതന്യാഹു ഭരിച്ചിരുന്നത്. ഇസ്രയേലിൽ ഒരു നിയമമുണ്ട്. ആ രാജ്യത്തിലെ ഭൂരിഭാഗം യുവാക്കൾക്കും നിർബന്ധിത സൈനിക സേവനം ബാധകമാണ്. എന്നാൽ അൾട്രാ ഓർത്തഡോക്സ് യഹൂദികളായ യേശിവ വിദ്യാർത്ഥികൾക്ക് 1948 ഇസ്രയേൽ രൂപീകരണം മുതൽ ഈ നിർബന്ധിത സേവനത്തിൽ നിന്നും ഒഴിവാക്കൽ ലഭിച്ചിരുന്നു. പക്ഷേ 2024 ഇസ്രയേൽ സുപ്രീം കോടതി ഈ ഇളവ് നിർത്തലാക്കാൻ ഉത്തരവിടുകയും യേശിവ വിദ്യാർത്ഥികളെ സൈനിക സേവനത്തിനായി റിക്രൂട്ട് ചെയ്യാൻ പ്രതിരോധ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തതോടുകൂടി ഇസ്രയേൽ സർക്കാരിൻ്റെ മൊത്തം രീതികളും മാറുകയായിരുന്നു. ഈ തീരുമാനം യെരേദി സമുദായത്തിനിടയിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയത്. അവർ രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. യുണൈറ്റഡ് തോറ ജൂഡയിസം 2022 അവസാനത്തിൽ നെതന്യാഹുവിൻ്റെ സഖ്യത്തിൽ ചേർന്നപ്പോൾ യേശിവ വിദ്യാർത്ഥികൾക്ക് സൈനിക സേവനത്തിൽ നിന്നും ഒഴിവാക്കാൻ ഉറപ്പെടുന്ന ഒരു നിയമം പാസാക്കുമെന്ന വാഗ്ദാനം ഒരു പ്രധാന ഉടമ്പടിയായിരുന്നു. എന്നാൽ പുതിയ സൈനിക റിക്രൂട്ട്മെന്റ് ബിൽ ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടതായി യുണൈറ്റഡ് തോറ ജൂഡയിസം നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. അതോടുകൂടി ബില്ലിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് യുണൈറ്റഡ് തോറ ജൂഡയിസത്തിൻ്റെ 7 അംഗങ്ങൾ ഗവൺമെന്റിൽ നിന്നും രാജിവെക്കുന്നതായി പ്രഖ്യാപിക്കുകയായിരുന്നു. യുണൈറ്റഡ് തോറ ജൂഡയിസത്തിൻ്റെ സഖ്യകക്ഷിയായ മറ്റൊരു അൾട്രാ ഓർത്തഡോക്സ് പാർട്ടിയായ ഷാസും സഖ്യം വിടാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതായി ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഷാസിൻ്റെ 11 സീറ്റുകൾ പിൻവലിച്ചാൽ നെതന്യാഹുവിൻ്റെ സഖ്യത്തിൻ്റെ ഭൂരിഭാഗം പൂർണ്ണമായും ഇല്ലാതാകും. ഇതോടെ സർക്കാർ ന്യൂനപക്ഷമായി മാറും. അതോടെ നെതന്യാഹു സർക്കാർ താഴെ വീഴുകയും ചെയ്യും. അതേസമയം നെതന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടിയിൽ നിന്നുള്ള മന്ത്രി മിക്കി സോഹർ യുണൈറ്റഡ് തോറ ജൂഡയിസത്തെ സഖ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ദൈവം ഇച്ഛിച്ചാൽ എല്ലാം ശരിയാകുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. ജൂലൈ അവസാനം പാർലമെന്റ് വേനൽക്കാല അവധി പിരിയുന്നതിനാൽ നെതന്യാഹുവിന് പ്രതിസന്ധി പരിഹരിക്കാൻ 3 മാസത്തോളം സമയം ലഭിക്കുമെന്നതും ശ്രദ്ധേയമാണ്. സത്യം പറഞ്ഞാൽ ഏത് നിമിഷവും ഇറാന്റെ ആക്രമണം പ്രതീക്ഷിച്ചിരുന്ന നെതന്യാഹുവിന് ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയാണ് സ്വന്തം രാജ്യത്തിനകത്തു നിന്നും തന്നെയുള്ള ഈ നീക്കം. നെതന്യാഹു അല്ലെങ്കിൽ പിന്നെ ആര് ഇസ്രയേലിനെ നയിക്കുമെന്ന ചർച്ചയാണ് രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത്.